സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ മമ്മൂട്ടിയും സുഡാപ്പിക്കാരനായിരിക്കുകയാണ്. എന്തായാലും സന്തോഷം തന്നെയാണ്. അംഗത്വം പോലും എടുക്കാതെ 5 രൂപയുടെ അംഗത്വം പോലും എടുക്കാതെ മമ്മൂട്ടിക്ക് സുഡാപ്പിക്കാരനാകാൻ പറ്റി എന്നതിൽ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് വളരെ സന്തോഷം തന്നെയാണ്. കാരണം സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസും സുഡാപ്പി SDPI എന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന രാഷ്ട്രീയ പാർട്ടിയെ അംഗത്വം ഉള്ള ആളാണ്. അതുപോലെ ആ പാർട്ടിയുടെ ആശയങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. കാരണം 1949 ബാബരി മസ്ജിദിനുള്ളിൽ ഒരു ഹിന്ദു വിഗ്രഹം, ഹിന്ദു മതവിശ്വാസികൾ ആരാധിക്കുന്ന വിഗ്രഹം കൊണ്ടുവയ്ക്കുകയും അതിനുശേഷം അവിടെ പള്ളിയിൽ നിസ്കാരം നിർത്തുകയും പള്ളിയിലെ മുസ്ലിങ്ങളുടെ ആരാധന നിർത്തുകയും അവർ കോടതിയിലേക്ക് പോവുകയും കേസ് കൊടുക്കുകയും കോടതിയിൽ കേസ് വാദിച്ച് അവസാനം ആ വിഗ്രഹം കൊണ്ടുവച്ചവർക്ക് തന്നെ ആ പള്ളി കിട്ടുകയും അവിടെ നിന്ന് ഹിന്ദുമത വിശ്വാസികളുടെ ദൈവമായ രാം മന്ദിർ ഭൂമിയാണ്. ഇന്ന് 10 വർഷം BJP NDA അധികാരത്തിലിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഒരിക്കലും പ്രതീക്ഷിക്കപ്പെടാത്ത കോടതി അനുമതിയൊക്കെ കിട്ടുന്നത്. എന്തായാലും അത് ഭരണകൂടത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഉണ്ടായതാണെന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്നതാണ്. എന്തായാലും എല്ലാ മതവിശ്വാസികളെയും ഒരുപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം എന്നാണ് ഇസ്ലാം മതവിശ്വാസികൾ അള്ളാഹു ആയ അവരുടെ സൃഷ്ടാവ് അവരോട് പറഞ്ഞിട്ടുള്ളത്. അവരുടെ സൃഷ്ടാവ് നബിയോട് പറയുകയും അള്ളാഹു നബിയോട് പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഓരോ വരികളും അള്ളാഹുവിൻ്റെ വാക്കുകളാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. അത് നബിയോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. ആ നബിക്ക് വഹി എത്തിക്കുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന മലക്കാണ്. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും കിട്ടിയ അറിവുകളിലൂടെയാണ് ഇസ്ലാം മതവിശ്വാസികൾ മുന്നോട്ട് പോകുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം തന്നെ പഠിക്കുമ്പോൾ ഇസ്ലാം മതം എത്രത്തോളം പരിശുദ്ധമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത്. എന്തായാലും ഇസ്ലാം വിരുദ്ധ നയങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി ആ രാഷ്ട്രീയ പാർട്ടിക്കാർ പറയുന്ന അവരുടെ നിലനിൽപ്പിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത്. ഇതിലൊന്നും ആരും വീഴ്ന്നു പോകരുത് എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് മനസ്സിലാവുന്നത്. അതിൽ നിന്നും വിട്ടുനിൽക്കണമെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത്.